ഈവനിങ് ഗൈസ്. അൺഎംപ്ലോയിഡ് സീരീസിൻ്റെ പാർട്ട് 5 എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റും നല്ല കൂടെ കൊടുക്കുക. അറൗണ്ട് 400 രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. ഇന്ന് മാർക്കറ്റ് ഭയങ്കര രീതിയിൽ വലിയൊരു ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്തത്. അറൗണ്ട് ഒരു 500 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. പിന്നെ മോളിക്ക് മൊമെന്റ് കാണിച്ചു. അപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്നിരുന്നാലും ഞാൻ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ റിസ്ക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം നമുക്ക് കയ്യിൽ ഒരു കൺവിക്ഷൻ ഇല്ലാതെ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ട്രേഡ് ചെയ്തത്. പിന്നെ ട്രേഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ ട്രേഡ് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ട്രേഡിനെ കുറിച്ച് സജഷൻസ് പറയുന്ന ആളുകളുണ്ട്, റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ 100% ഷുവർ ആവണമെന്ന് യാതൊരു ചാൻസും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ അവർക്കൊരു 100 പോയിൻ്റൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഫുള്ള് ഒരു പർട്ടിക്കുലർ ട്രേഡിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭീകരമായി റിച്ച് ആവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആര് ട്രേഡിനെ കുറിച്ച് റെക്കമെൻഡേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിലും ആ പറയുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അത് ശരിയാവാനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ പിന്നെ അതാണ് നമ്പർ 1 പോയിന്റ്. പിന്നെ അടുത്ത പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡിൽ എത്രയാണ് റിസ്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ എത്ര പൈസ നഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ന്യൂസ് ബേസിൽ ട്രേഡ് എടുക്കാതിരിക്കുക. എന്താണോ മാർക്കറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബേസിൽ മാത്രം ട്രേഡ് എടുക്കാൻ ട്രൈ ചെയ്യുക. ചാർട്ട് പാറ്റേൺസ് ആണെങ്കിലും അല്ലാത്ത പാറ്റേൺസ് ആണെങ്കിലും ബ്രേക്ക്ഔട്ടിൻ്റെ ബേസിൽ ട്രേഡ് എടുക്കുകയാണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ട്രേഡ് പ്ലാനിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഏതൊരു ന്യൂസിൻ്റെ ബേസിലും ട്രേഡ് ചെയ്യാതിരിക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ ട്രേഡിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ് ഫോളോ ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോസ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഞാൻ അറൗണ്ട് ഒരു 3 വർഷമായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ട്രേഡ് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞാൻ ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുണ്ട്. എനിക്ക് ചില ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ പോലും നമ്മളൊരു മാസത്തെ ആവറേജ് നോക്കുന്ന സമയത്ത് പ്രോഫിറ്റിനേക്കാളും കൂടുതൽ നഷ്ടം ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കുക. നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ലോസ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങളൊരു വീക്കിലി അല്ലെങ്കിൽ ഒരു മന്തിലൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ പ്രോഫിറ്റബിൾ ആവുള്ളൂ. ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ട്രേഡ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ട്രേഡിനെ കുറിച്ച് കാര്യത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ ട്രേഡ് എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മൾ കൂടുതൽ ഇതുപോലത്തെ ട്രേഡ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്കിൽ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.